ഗസയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഈ ദിവസങ്ങളിൽ പുറത്തുവരുന്നത്. 2023 ഒക്ടോബർ 7-ന് ശേഷം തുടങ്ങിയ ആക്രമണങ്ങളുടെ ഭാഗമായി ഗസയിലെ 90% കുടിവെള്ള സ്രോതസ്സുകളും നശിപ്പിക്കപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും തകർക്കപ്പെട്ട കുടിവെള്ള പ്ലാന്റുകൾ പുനഃസ്ഥാപിക്കാനോ കുടിവെള്ള വിതരണം പൂർവ്വസ്ഥിതിയിലാക്കാനോ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഗസയിലെ കുടിവെള്ളക്ഷാമത്തിന്റെ കാരണങ്ങളും കുടിവെള്ള വിതരണത്തിന്റെ നിലവിലെ അവസ്ഥയും പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം 90% ഉപ്പ് കലർന്ന വെള്ളം മാത്രം ലഭ്യമാകുന്ന പ്രദേശമാണ് ഗസ മുനമ്പ്. ഈ വെള്ളത്തെ ഡീസലനൈസേഷൻ പ്ലാന്റുകളിലൂടെ ശുദ്ധീകരിച്ചാണ് കുടിവെള്ളമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. 2023 ഒക്ടോബർ 7-ന് മുൻപും കേവലം 3 പ്ലാന്റുകൾ മാത്രമാണ് പൊതുമേഖലയിൽ ഗസയിലുണ്ടായിരുന്നത്. ഇതാകട്ടെ കേവലം 15% ജനങ്ങളുടെ കുടിവെള്ള ആവശ്യം മാത്രമേ നിറവേറ്റിയിരുന്നുള്ളൂ. പ്രതിദിനം 18,000 ക്യൂബിക് മീറ്റർ വെള്ളം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ദേർ അൽ ബലാഹിന് സമീപത്തെ സൗത്ത് സീ ഡീസലനൈസേഷൻ പ്ലാന്റ് യുനിസെഫിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സാമ്പത്തിക സഹായത്താൽ പ്രവർത്തിക്കുന്ന നോർത്ത് ഗസയിലെ ബീറ്റ് ലാഹിയ ഡീസലനൈസേഷൻ പ്ലാന്റ്, തെക്ക് ഖാൻ യൂനിസിലെ ഒരു പ്ലാന്റ് എന്നിവയായിരുന്നു പൊതുമേഖലയിൽ ഉണ്ടായിരുന്നത്. ഇവയ്ക്ക് പുറമെ ചില സ്വകാര്യ ഗ്രൂപ്പുകളുടെ കുടിവെള്ള പ്ലാന്റുകളെയും പദ്ധതികളെയുമാണ് ഗസയിലെ ജനങ്ങൾ ഇക്കാലം അത്രയും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2023 ഒക്ടോബർ 7-ന് തുടങ്ങിയ ആക്രമണങ്ങളുടെ ഭാഗമായി ഈ പ്ലാന്റുകളും പദ്ധതികളുമെല്ലാം പൂർണ്ണമായും തകരാറിലായി. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും ഇവയൊന്നും പുനഃസ്ഥാപിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടുമില്ല. ഗസ സിറ്റി മുനിസിപ്പാലിറ്റി വക്താവ് ഹോസ്നി മുഹന്നയുടെ വാക്കുകൾ പ്രകാരം ഇപ്പോൾ ഗസയിലേക്ക് എത്തുന്ന വെള്ളം 20 ലക്ഷം വരുന്ന ജനസംഖ്യയിൽ 15% മാത്രം ആവശ്യമേ നിറവേറ്റുന്നുള്ളൂ. 1 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളമെങ്കിലും പ്രതിദിനം ലഭിക്കേണ്ടതുണ്ട്. ഗസയിലുണ്ടായിരുന്ന 88 പൊതു കിണറുകളിൽ 17 മാത്രമാണ് ഇപ്പോൾ പ്രവർത്തനയോഗ്യമായിട്ടുള്ളത്. ബാക്കിയെല്ലാം 2 വർഷത്തെ യുദ്ധത്തിനിടയിൽ നശിച്ചു. നിലവിലുള്ളവയിൽ തന്നെ ശുദ്ധജലം ലഭ്യവുമല്ല. 2020 തന്നെ ഗസയിലെ ആകെ ജനസംഖ്യയുടെ പകുതിയിലേറെ പേർക്കും ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന് യൂണിസെഫ് കണ്ടെത്തിയിരുന്നു. ഇസ്രായേലിന്റെ ഉപരോധങ്ങളായിരുന്നു ഇതിന് കാരണം. ഈ പ്രതിസന്ധിയാണ് ഇപ്പോൾ യുദ്ധം കാരണം രൂക്ഷമായിരിക്കുന്നത്. 2023 ഒക്ടോബറിലെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഗസയിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും ഗ്യാസും തടസ്സപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ ഉപരോധത്തോടൊപ്പം കിണറുകളും ശുദ്ധജല പ്ലാന്റുകളും ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതെല്ലാം ഗസയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഗസയിലെ ജനങ്ങളിൽ നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നതായാണ് റിപ്പോർട്ടുകൾ. ഗസയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായി കുടിവെള്ള പ്ലാന്റുകൾ പ്രവർത്തനക്ഷമമാക്കുകയാണ് വേണ്ടത്. അതിനായി ഇന്ധനവും കൂടുതൽ ഉപകരണങ്ങളും ആവശ്യമുണ്ട്. എന്നാൽ ഇന്ധനവും പുനർനിർമ്മാണത്തിനുള്ള സാമഗ്രികളും ഗസയിലേക്ക് എത്തിക്കാൻ ഇസ്രായേൽ ഇപ്പോഴും തടസ്സം നിൽക്കുകയാണെന്നാണ് ഗസ സിറ്റി മുനിസിപ്പാലിറ്റി വക്താവ് ഹോസ്നി മുഹന്ന പറയുന്നത്. ഗസയിലെ അവശേഷിക്കുന്ന 96% വീടുകളിലും അവരുടെ അത്യാവശ്യങ്ങൾക്കുള്ള വെള്ളം പോലുമില്ല. നിലവിൽ വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്ന വെള്ളം മാത്രമാണ് ഗസയിലെ ജനങ്ങളുടെ ഏക ആശ്രയം. ഗസയിൽ പ്രവർത്തിക്കുന്ന നോർവീജിയൻ റിഫ്യൂജി കൗൺസിലാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സംഘടനകളിൽ ഒന്ന്. ഒക്ടോബർ 10-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം 73 ഇടങ്ങളിലായി 130,000-ലധികം ആളുകൾക്ക് ഇവർ കുടിവെള്ളം വിതരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു തുടങ്ങിയതോടെ ഈ പ്രവർത്തനവും അവതാളത്തിലായി. നേരത്തെ 73 ഇടങ്ങളിൽ നടത്തിയിരുന്ന കുടിവെള്ള വിതരണം ഇസ്രായേലിന്റെ ഉപരോധം കാരണം 27 ഇടങ്ങളിൽ മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ എന്നാണ് നോർവീജിയൻ റിഫ്യൂജി കൗൺസിൽ പ്രതിനിധി ഡാനിഷ് മാലിക് പറയുന്നത്. ഇന്ധനക്ഷാമം കാരണം തങ്ങളുടെ കുടിവെള്ള ട്രക്കുകൾക്ക് പലതിനും ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താനാകുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. ഇസ്രായേലിന്റെ ഉപരോധം തുടരുന്നത് കാരണം ഇപ്പോഴുള്ള 27 കുടിവെള്ള വിതരണ കേന്ദ്രങ്ങൾ വരും ദിവസങ്ങളിൽ 11 മാത്രമാക്കി ചുരുക്കാൻ തങ്ങൾ നിർബന്ധിതരാകുന്നുവെന്നും NRC ഒഫീഷ്യൽസ് പറഞ്ഞു. കുടിവെള്ളം നിഷേധിക്കുന്ന ഇസ്രായേലിന്റെ നടപടിക്കെതിരെ ഐക്യരാഷ്ട്രസഭയും വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും കുടിവെള്ളത്തെ യുദ്ധോപകരണമാക്കി മാറ്റുകയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നും UN കുറ്റപ്പെടുത്തുന്നു. കുടിവെള്ളം, പാചകം, ശുചിത്വം എന്നിവയ്ക്കായി ഗസയിൽ ചുരുങ്ങിയത് ഒരാൾക്ക് 15 ലിറ്റർ വെള്ളമെങ്കിലും വിതരണം ചെയ്യേണ്ടതുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. എന്നാൽ ഇസ്രായേൽ ഉപരോധം കാരണം പ്ലാന്റുകൾ പ്രവർത്തിക്കാനാകാത്തതിനാൽ നോർവീജിയൻ റിഫ്യൂജി കൗൺസിലിന് പോലും കേവലം 6 ലിറ്റർ വെള്ളം മാത്രമാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്.
UN ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം വെള്ളം ലഭ്യമല്ലാത്തത് വലിയ തോതിലുള്ള ശുചിത്വ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട്. കുളിക്കാൻ കഴിയാത്തതിനാൽ കുട്ടികളിൽ ത്വക്ക് രോഗങ്ങൾ വ്യാപകമായി കഴിഞ്ഞു. കുട്ടികളിലും സ്ത്രീകളിലും അണുബാധയ്ക്കും ഇത് കാരണമായിട്ടുണ്ട്. ഈ രോഗങ്ങളാകട്ടെ ഏറ്റവും എളുപ്പത്തിൽ പകരുന്നതുമാണ്. 40% വീടുകളിലും സോപ്പ് ഉൾപ്പെടെയുള്ള ശുചിത്വ വസ്തുക്കൾ ലഭ്യമല്ല. 78% വീടുകളിലും ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇതേ സമയം തന്നെ റഫ അതിർത്തിക്കപ്പുറത്ത് ശുചിത്വ വസ്തുക്കളുമായി എത്തിയ നോർവീജിയൻ റെഫ്യൂജി കൗൺസിലിന്റെ 120 ട്രക്കുകൾ ഗസയിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേലിന്റെ അനുമതി കാത്തു കിടക്കുകയാണ്. നോർവീജിയൻ റെഫ്യൂജി കൗൺസിൽ ഗസയിൽ പ്രതിദിനം 315 ക്യൂബിക് മീറ്റർ സുരക്ഷിതമായ കുടിവെള്ളമാണ് വിതരണം ചെയ്യുന്നത്. 27,000-ലധികം ശുചിത്വ കിറ്റുകളും ഈ ദിവസങ്ങളിൽ ഇവർ വിതരണം ചെയ്തിട്ടുണ്ട്. ഗസയിലെ വിവിധയിടങ്ങളിൽ 180 ശൗചാലയങ്ങൾ സ്ഥാപിക്കുകയും കൈ കഴുകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ജർമ്മൻ ഫെഡറൽ ഫോറിൻ ഓഫീസിന്റെ സാമ്പത്തിക സഹായവും NRCക്ക് ലഭിക്കുന്നുണ്ട്. ഇസ്രായേലി കുടിവെള്ള വിതരണ സംവിധാനമായ മെക്രോട്ടിനെയും ഇപ്പോൾ ഗസയിലെ ജനങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. ഇതാകട്ടെ 15,000 ക്യൂബിക് മീറ്റർ വെള്ളം മാത്രമേ പ്രതിദിനം വിതരണം ചെയ്യുന്നുള്ളൂ. ഇന്ധന ഉപരോധം കാരണം ഈ വെള്ളത്തിന് ഉയർന്ന വില നൽകേണ്ടിയും വരുന്നു. കുടിവെള്ള വിതരണത്തിന് പുറമെ മാലിന്യം നീക്കം ചെയ്യുന്നതിനും ഗസയിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നതായാണ് റിപ്പോർട്ടുകൾ. യുദ്ധാവശിഷ്ടങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ സാധിച്ചാൽ തന്നെ അവയ്ക്ക് താഴെയുള്ള പൈപ്പുകൾ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകളെ ഉപയോഗിക്കാനാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഗസ സിറ്റി മുനിസിപ്പാലിറ്റിയുടെ മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള 134 വാഹനങ്ങളും വലിയ യന്ത്രസാമഗ്രികളും ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും 50,000 ടൺ യുദ്ധാവശിഷ്ടങ്ങൾ തങ്ങൾക്ക് ഗസയിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഗസ സിറ്റി മുനിസിപ്പാലിറ്റി വക്താവ് ഹൊസ്നി മുഹന്ന പറയുന്നത്. പക്ഷേ ഇനിയും 20 ദശലക്ഷം ടണ്ണിലധികം മാലിന്യം ഇപ്പോഴും നീക്കം ചെയ്യാൻ ബാക്കിയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇത് നീക്കം ചെയ്യണമെങ്കിൽ അന്താരാഷ്ട്ര സഹായം ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു.